വിത്ത് മെല്ലു വൈബ്സ്. സ്വീഡനിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ബേസിക് ആയിട്ടുള്ള സിം എടുക്കുന്നത് തൊട്ട് പിന്നീട് പേഴ്സണൽ നമ്പർ അപ്ലൈ ചെയ്യുന്നതും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ചെയ്യേണ്ടത് സ്വീഡനിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇവിടുത്തെ ഒരു സിം എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നാട്ടിൽ നിന്ന് ഇന്റർനാഷണൽ റോമിംഗ് റീചാർജ് ചെയ്ത് വന്നാൽ കോള് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം, നാട്ടിലേക്ക് വിളിക്കാനൊക്കെ. പക്ഷെ ബ്രൗസിങ്ങിന് ഏറ്റവും ബെറ്റർ ഇവിടുത്തെ ഒരു സിം എടുത്ത് അതിൽ റീചാർജ് ചെയ്യുന്നത് തന്നെയാണ്. കോംവിക്ക്, അതുപോലെ ലൈക്ക, ടെലനോർ, അങ്ങനത്തെ ഒരുപാട് സിമ്മുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ പേഴ്സണലി യൂസ് ചെയ്യുന്നതും കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് തോന്നിയത് ലൈക്കയാണ്. ഇപ്പോൾ ഒരു 99 ക്രോണൊക്കെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 GB ഇന്റർനെറ്റും അൺലിമിറ്റഡ് സ്വീഡനിൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷനും, അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് വിളിക്കുകയാണെങ്കിൽ ഒരു 100 മിനിറ്റ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഇവിടെ ബസ്സിലാണെങ്കിലും വേറെ പബ്ലിക് സ്പേസസിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഓഫീസിലൊക്കെ പോയാൽ അവിടുത്തെ വൈഫൈ അവൈലബിൾ ആയിരിക്കും, നമുക്ക് അതും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു മാസത്തേക്ക് അത്യാവശ്യം ഒരു ഹെവി ബ്രൗസിംഗ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ 10 GB തന്നെ ഇനഫ് ആണ്. സ്വീഡനിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഏറ്റവും മെയിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ നമ്പർ അല്ലെങ്കിൽ കോർഡിനേഷൻ നമ്പറിന് അപ്ലൈ ചെയ്യാന്നുള്ളത്. ഇപ്പൊ പേഴ്സണൽ നമ്പർ എന്താന്ന് വെച്ചാല് സ്വീഡനിൽ വന്നതിന് ശേഷം സ്വീഡനിലെ റെസിഡന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും ഒരു 10 or 12 ഡിജിറ്റ് ഉള്ള ഒരു യുണീക്ക് നമ്പർ കിട്ടും. അത് നമുക്ക് സ്വീഡനിൽ സ്റ്റേ ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോ ഏതൊരു കാര്യത്തിനാണെങ്കിലും, അതായത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണെങ്കിലും, എഡ്യൂക്കേഷൻ ആണെങ്കിലും, പിന്നെ ഹെൽത്ത് കെയർ, അങ്ങനെ എല്ലാത്തിലും ഇത് ലിങ്ക് ചെയ്തിട്ടാണ് ഉള്ളത്. ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇപ്പൊ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് നടത്തുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ കാർഡ് എടുക്കണമെങ്കിലും അത് നമ്മുടെ പേഴ്സണൽ നമ്പറുമായിട്ടാണ് കണക്ട് ആവുന്നത്. ആ നമ്പർ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണൽ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ടൈപ്പ് ചെയ്തിട്ടാണ് ഇപ്പൊ നമുക്ക് പോയിന്റ്സ്, കാര്യങ്ങള്, റിവാർഡ്സ്, ഡിസ്കൗണ്ട്സ് അതെല്ലാം നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ബേസിക് തൊട്ട് ഹെൽത്ത് കെയർ പോലുള്ള എല്ലാ കാര്യങ്ങൾക്കും. ഈവൻ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടി നമ്മൾ പേഴ്സണൽ നമ്പർ അവര് ചോദിക്കും. ഇപ്പോൾ പേഴ്സണൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്വീഡനിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ ID കാർഡ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാവർക്കും മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു നമ്പറാണ് ഈ പേഴ്സണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പേഴ്സണൽ നമ്പർ കിട്ടുന്ന ആൾക്കാരെന്ന് വെച്ചാൽ 10 മാസത്തിന് കൂടുതൽ സ്വീഡനിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്കാണ് പേഴ്സണൽ നമ്പർ കിട്ടുക. 10 മാസത്തിന് കുറവ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്, അതായത് 1 ഇയർ കോഴ്സിൽ എടുത്തിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് കോർഡിനേഷൻ നമ്പർ ആണ് പൊതുവെ കിട്ടാറ്. ഇവിടെ 1 ഇയർ കോഴ്സ് 10 months ആണ് ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അവരത് ബിലോ 10 കൺസിഡർ ചെയ്തിട്ട് കോർഡിനേഷൻ നമ്പർ ആണ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ നമുക്ക് കോർഡിനേഷൻ നമ്പർ ആണ് സ്വീഡനിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് കെയറിന്റെ എല്ലാ ഫെസിലിറ്റീസും ആക്സസ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് ID കാര്യങ്ങൾ കിട്ടില്ല. വേറെ ജോലിക്ക് നോക്കുന്ന സമയത്താണെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന കാര്യങ്ങളാണെങ്കിലും കോർഡിനേഷൻ നമ്പർ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിട്ടില്ല എന്നല്ല, കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. എല്ലാ ബാങ്കിലും അങ്ങനെ കോർഡിനേഷൻ നമ്പർ വെച്ചിട്ട് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. നിങ്ങൾ സ്വീഡനിൽ വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പേഴ്സണൽ നമ്പർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതും ഒരു ക്യൂ സിസ്റ്റം ആണ്. പിന്നെ നമുക്ക് കിട്ടാൻ എന്തായാലും ഒരു 4 to 6 weeks എടുക്കും, അല്ലെങ്കിൽ അതിന് മേലെയും ചില സമയത്തേക്ക് പോവാം. ഞങ്ങളുടെ കേസിൽ ഞങ്ങൾക്ക് 4 weeks കഴിഞ്ഞിട്ടാണ് ഈ പേഴ്സണൽ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഡയറക്റ്റ് സ്കാറ്റർ വർക്കറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം. സ്കാറ്റർ വർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ടാക്സ് ഓഫീസാണ്. നമുക്ക് അതിന് മെയിൻ ആയിട്ട് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ് ഒരു വാലിഡ് പാസ്പോർട്ട്, RP കാർഡ്, അതായത് നമ്മുടെ വിസ, പിന്നെ നിങ്ങൾ സ്റ്റുഡന്റ് ആയിട്ടാണ് വരുന്നെങ്കിൽ ലെറ്റർ ഓഫ് അഡ്മിഷൻ, അല്ല വർക്ക് വിസയിലാണ് വരുന്നതെങ്കിൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ അഡ്രസ് പ്രൂഫ്. ഇപ്പോൾ നിങ്ങൾക്ക് റെന്റൽ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ അക്കോമഡേഷന്റെ കൺഫർമേഷൻ മെയിൽ ആയാലും മതി. പിന്നെ അതുപോലെ മാരീഡ് ആയിട്ട് വരുന്ന കപ്പിൾ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് പോയിട്ട് വർക്ക് ഇൻ അല്ലെങ്കിൽ ഒരു ടോക്കൺ എടുത്തിട്ട് അവിടുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടത്, അതെല്ലാം അവര് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ജസ്റ്റ് പോകുമ്പോൾ തന്നെ ഉറപ്പ് വരുത്തിയിട്ട് പോവാം. അപ്പൊ എത്രയും പെട്ടെന്ന് പോകുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പേഴ്സണൽ നമ്പർ കിട്ടും. ഡിലേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യും. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങളെ ആപ്ലിക്കേഷനും ഡിലേ ആയിട്ടാണ് പ്രോസസ് ആവുള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻ കേസ് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ അഡീഷണൽ ഡോക്യുമെന്റ്സ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നുകിൽ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് SMS അയക്കും ഇന്ന ഡോക്യുമെന്റ്സും കൂടെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്.
അപ്പൊ നമുക്ക് വീണ്ടും സെയിം പ്രോസസ്സ് പോലെ ഡയറക്റ്റ് ആയിട്ട് സ്കാറ്റർ ബക്കറ്റിൽ പോയിട്ട് ഒരു ടോക്കൺ എടുത്ത് നമ്മുടെ ടൈം ആകുമ്പോൾ ചെന്ന് ഈ ഡോക്യുമെന്റ്സും കൂടെ സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് അവർ ഫെർദർ കാര്യങ്ങൾ ചെയ്യുന്നതും പിന്നെ നമ്മുടെ അപ്രൂവൽ കാര്യങ്ങൾ ചെയ്യുന്നതും. വൺസ് നമ്മുടെ പേഴ്സണൽ നമ്പർ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് കാര്യങ്ങൾ വരും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലെറ്ററും വരും നമ്മുടെ മെയിൽ ബോക്സിൽ. അല്ല അതിനു മുന്നേ നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ HITA.SEയിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ നമ്പർ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് അതിൽ വരും. ആ ഒരു വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പോ പേഴ്സണൽ നമ്പർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വീഡിഷ് ഐഡിക്ക് അപ്ലൈ ചെയ്യണം. സ്വീഡിഷ് ഐഡി ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കണക്റ്റഡ് ആണ്. ഇവിടെ പേഴ്സണൽ നമ്പർ ഉണ്ടെങ്കിലേ നമുക്ക് സ്വീഡിഷ് ഐഡിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സ്വീഡിഷ് ഐഡി ഉണ്ടെങ്കിലേ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാലേ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് കണക്റ്റഡ് ആണ്. സ്കാറ്റർ ബക്കറ്റ് തന്നെയാണ് നമ്മൾ സ്വീഡിഷ് ഐഡിക്കും അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ നമ്പർ പോലെ അല്ല, ഇതിന് ഫീസ് അടക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോകുന്ന സമയത്ത് ഡോക്യുമെന്റ്സ് നിങ്ങൾ എല്ലാ ആവശ്യങ്ങൾക്ക് പോകുമ്പോഴും ഈ സെയിം ഡോക്യുമെന്റ്സ് എപ്പം ക്യാരി ചെയ്യുന്നതാണ് ബെറ്റർ. സോ നമ്മൾ സ്കാറ്റർ ബക്കറ്റിൽ പോകുന്നു, ഡയറക്റ്റ് ടോക്കൺ എടുക്കുന്നു, ഇങ്ങനെ സ്വീഡിഷ് ഐഡിക്ക് അപ്ലൈ ചെയ്യാനാണെന്ന് പറയുന്നു. അപ്പൊ ആ സമയത്ത് അവര് നമുക്ക് അവരുടെ ഇത് ചെക്ക് ചെയ്തിട്ട് എന്നാണോ അവൈലബിലിറ്റി ഉള്ളത് ആ ഒരു ഡേറ്റ് നോക്കിയിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് തരും. ഇന്ന ഡേറ്റിലാണ് വരേണ്ടത്, എന്നാൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ, അതായത് ഫോട്ടോ എടുക്കാനുണ്ട്, നമ്മുടെ സിഗ്നേച്ചർ ഇടാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ സ്വീഡിഷ് ഐഡിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഡേറ്റിൽ പോകുന്നതിന് ഒരു ദിവസം മുന്നേ, ഒരു 1-2 ദിവസം മുന്നേ നമ്മൾ ഫീസ് അടച്ചിരിക്കണം. അതിന്റെ ആ ഒരു റെസിപ്റ്റ് നമുക്ക് പ്രിന്റഡ് വേണേൽ പ്രിന്റഡ് ക്യാരി ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മെയിലായിട്ട് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഡിജിറ്റൽ ഡോക്യുമെന്റ്. ഓക്കെ, പ്രിന്റഡ് റെസിപ്റ്റ് ക്യാരി ചെയ്യണം നമ്മൾ ഫീസ് അടച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവ്. അപ്പൊ നമ്മൾ അത് പോയി നമ്മുടെ ബാക്കി കാര്യങ്ങൾ വെരിഫിക്കേഷന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും 2 to 4 വീക്സ് തന്നെയാണ് ടൈം എടുക്കുക. അത് നമുക്ക് വെബ്സൈറ്റ് കാര്യങ്ങളൊന്നും അല്ല, ഡയറക്റ്റ് നമുക്ക് കാർഡായിട്ട് RP കാർഡ് കയ്യിൽ കിട്ടുന്ന പോലെ തന്നെ സ്വീഡിഷ് ഐഡിയും കാർഡായിട്ട് കിട്ടും. അത് വൺസ് അത് റെഡി ആയി കഴിഞ്ഞാൽ അവർ നമുക്ക് മെസ്സേജോ അല്ലെങ്കിൽ കോളോ തരും. ഡയറക്റ്റ് സ്കാറ്റർ ബക്കറ്റ് പോയിട്ട് തന്നെ കളക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്വീഡിഷ് ഐഡി കിട്ടിക്കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ നമുക്കിപ്പോ ഓടിച്ചാടി പോയിട്ട് ഇന്ന ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയാൽ നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് ഏത് സമയത്ത് നമുക്ക് പോയി എടുക്കാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൽ വ്യക്തമായ റീസൺസ് നമ്മൾ കാണിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റുഡന്റിന് അവരുടെ ഫീസ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള റീസണിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഡിപ്പെൻഡൻസിന്റെ കേസിൽ മെയിൻ ആയിട്ട് വർക്ക് കോൺട്രാക്ട് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബാങ്ക് അക്കൗണ്ട് എടുത്തത് എനിക്ക് ഫസ്റ്റ് ഓഫർ ലെറ്റർ ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കമ്പനിയിൽ നിന്ന് കിട്ടി. അതിനുശേഷം ഞാൻ ആ ഓഫർ ലെറ്റർ കാണിച്ച് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പിന്നെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ റെഡി ആയതിനു ശേഷം എന്റെ കമ്പനിയിൽ സാലറിക്ക് വേണ്ടി ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും നോഡിയയിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. അപ്പൊ നോഡിയ ബാങ്കിൽ ചില കേസസിൽ സ്റ്റുഡന്റ് സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിലും ഡിപ്പെൻഡന്റിന് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സെയിം ഡോക്യുമെന്റ്സ് തന്നെയാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിനും ക്യാരി ചെയ്യേണ്ടത്. ഇപ്പോ പേഴ്സണൽ നമ്പർ, സ്വീഡിഷ് ഐഡി, നമുക്ക് വേണ്ട അഡ്രസ് പ്രൂഫ് കാര്യങ്ങൾ, പാസ്പോർട്ട്, സ്വീഡിഷ് ഐഡി, പിന്നെ നമ്മളെ എന്താ അഡ്രസ് പ്രൂഫ്, പിന്നെ നമ്മളെ അഡ്മിഷൻ ലെറ്റർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണം. പിന്നെ അവർ ചോദിക്കും നിങ്ങൾക്ക് എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, പിന്നെ നാട്ടിൽ നിന്ന് ഫണ്ട് വരുമോ, നിങ്ങൾ നാട്ടിലേക്ക് എത്ര ഫണ്ട് അയക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കും. പിന്നെ എത്രയാണ് നമുക്കിപ്പോ നാട്ടിൽ നിന്ന് ഇൻകേസ് ഫണ്ട് വരും, ഫീസിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എത്രയാണ് വരിക, ഏത് സമയത്താണ് വരിക, അതിന്റെ സോഴ്സ് എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഈ ഒരു ബാങ്ക് ഇപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ട്രാക്ഡ് ആണ്. നമുക്ക് എത്ര സാലറി വരുന്നുണ്ട്, നമ്മൾ എത്ര ടാക്സ് അടക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബാങ്ക് ഐഡി ആപ്പും പേഴ്സണൽ നമ്പറും നമ്മുടെ സ്വീഡിഷ് ഐഡി ഒക്കെ വെച്ച് ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിലും നമ്മളിപ്പോ നേരത്തെ എന്താ സ്വീഡിഷ് ഐഡിന്റെ പേഴ്സണൽ നമ്പറിന്റെ എല്ലാം കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കണം. അതിന് നമ്മൾ ആദ്യം ഏത് ബാങ്കിലാണോ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് ഒരു ഡേറ്റ് എടുക്കണം. അപ്പോഴും നമ്മൾ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ക്യാരി ചെയ്യണം. അതിനുശേഷം അവർ ആ ഡേറ്റ് തന്ന് ആ ഒരു ഡേറ്റിന് നമ്മൾ പിന്നെയും പോകണം. അതിനുശേഷം പോയി വെരിഫിക്കേഷൻ കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ പറയുന്ന പോലത്തെ അവരുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചെയ്ത് അവരതെല്ലാം എൻറ്റർ ചെയ്തതിനു ശേഷമാണ് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ് അവർ സ്റ്റാർട്ട് ചെയ്യുക. അതൊരു 1 വീക്ക് 2 വീക്കിനുള്ളിൽ 10 ഡേയ്സിന്റെ ഉള്ളിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ആയി നമുക്ക് കാർഡ് കിട്ടും, ATM കാർഡ്. സോ അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ബാങ്ക് ഐഡി ആപ്പ് യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾക്ക്. പിന്നെ ബാങ്കിന്റെ നോർമൽ ആപ്പും ട്രാൻസാക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളതാണ് ഇപ്പൊ ഇതെല്ലാം. അതായത് നമുക്ക് പേഴ്സണൽ നമ്പർ കിട്ടി, സ്വീഡിഷ് ഐഡി നമുക്ക് കിട്ടി, പിന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു.
അപ്പം ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഏത് ലൊക്കാലിറ്റിയിലാണോ താമസിക്കുന്നത് നമുക്ക് അവിടുന്ന് നമ്മളിപ്പോ ആദ്യം താമസിച്ചിരുന്ന മാൽമോയിലായിരുന്നു. അപ്പൊ അവിടുന്ന് നമുക്ക് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന വാർഡ് സെന്ററിലാണ് നിങ്ങൾ അസൈൻ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട്. വാർഡ് സെന്ററിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ്. ഓരോ ലൊക്കാലിറ്റിയിലും ഓരോ വാർഡ് സെന്റർ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇതിൽ താമസിക്കുന്ന എല്ലാവർക്കും അതായിരിക്കും നമ്മുടെ പ്രൈമറി ക്ലിനിക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം അവിടെ പോയിട്ട് അത് രജിസ്റ്റർ ചെയ്തിടുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഞങ്ങളെ കേസിൽ ഞങ്ങളത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അതിനെ ലെറ്ററിന് മൈൻഡ് ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമുക്കൊരു ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിന് പോയപ്പോ അപ്പോഴാണ് നമ്മൾ ഈ ഒരു വാർഡ് സെന്ററിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ വാർഡ് സെന്ററിൽ വേറെയും ഞങ്ങൾ പോയി ഞങ്ങൾ കാണിക്കാൻ പോയ വാർഡ് സെന്ററിൽ വേറെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചേഞ്ച് ആക്കാണ് ചെയ്തത്. രണ്ടും അടുത്തടുത്ത് തന്നെ, ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അത് ചേഞ്ച് ചെയ്ത് ഇപ്പൊ ഇങ്ങോട്ടേക്ക്, അതായത് ലുണ്ടിലേക്ക് ലൊക്കേഷൻ മാറി ഞങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല. ഇതും നമുക്ക് അപ്ലൈ ചെയ്യല്ല, ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിടുക, അത്രേ ഉള്ളൂ. ഡയറക്റ്റ് പോയിട്ട് ചെയ്യാവുന്നതേ ഉള്ളത്. സോ അതിന്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ കേസ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എമർജൻസി മെഡിക്കൽ സിറ്റുവേഷൻസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് വീണ്ടും പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. വന്ന് നമ്മൾ ആ സമയത്ത് തന്നെ രജിസ്റ്റർ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വാക്കിനായിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് പോകാൻ പറ്റും. അതും ഇപ്പോ എല്ലാ സമയത്തും നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ 2 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും. ഓരോ ഡോക്ടർ വിസിറ്റിനും നമുക്ക് 200 SEK ആണ് ചാർജ് വരുന്നത്. മുൻപ് അത് ഫ്രീ ആയിരുന്നു തോന്നുന്നു. ഇപ്പൊ നിലവിൽ 200 SEK ആണ് ഓരോ ഡോക്ടർ വിസിറ്റിനും. അതിപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും 200 SEK ആണ് ചാർജ് വരിക. പിന്നെ വരുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് നമ്മൾ സ്ക്വനെ ട്രാഫിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടാവും. സ്ക്വനെ ആണെങ്കിൽ സ്ക്വനെ ട്രാഫിക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ടാവും. സ്റ്റോക്ക്ഹോം അങ്ങനത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രസ്ബൈറാൻ ആണെന്ന് തോന്നുന്നു, അവിടുന്ന് നമുക്ക് ട്രാവൽ കാർഡ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്ക്വനെ ട്രാഫിക്കിന്റെ ഓഫീസേഴ്സ് അത് നമുക്ക് പിന്നെ മന്ത്ലി റീചാർജ് ചെയ്ത് കൊടുത്താൽ മതി. ചിപ്പ് കാർഡ്, അതായത് നമ്മുടെ ATM കാർഡ് പോലത്തെ, അതും നമുക്ക് സ്കാൻ ചെയ്യാം. അല്ലെങ്കിൽ മൊബൈലിലുള്ള നമ്മുടെ QR കോഡ് വെച്ചിട്ട് ടിക്കറ്റ് സ്കാൻ ചെയ്യാം. പിന്നെ നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റുഡന്റ് ID കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. പക്ഷേ സ്റ്റുഡന്റ് ID എന്ന് പറയുന്നത് നമ്മളെ കോളേജിലെ ID കാർഡോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ല. ഇവിടെ ഒരു ആപ്പ് ഉണ്ട്, മെസ്സനെറ്റ് പോലത്തെ കുറച്ച് സ്റ്റുഡന്റ് ആപ്സ് ഉണ്ട്. ആ ആപ്പുകൾ നമ്മള് സ്റ്റുഡന്റ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റുഡന്റ് ID കൺസെഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡന്റ് ടിക്കറ്റ് എടുത്ത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് ഉണ്ടാവും. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈന് അടയ്ക്കേണ്ടി വരും. 1500 ക്രോണ 2000 ക്രോണ അങ്ങനെ എന്തോ ആണ് ഫൈൻ. പിന്നെ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ കുറച്ച് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് ബാങ്ക് ഐഡിയ എന്ന് പറഞ്ഞ ആപ്പ്. അത് നമുക്ക് എന്തൊരു കാര്യത്തിനും ഈ ഒരു ബാങ്ക് ഐഡി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമുക്ക് ആവശ്യമാണ്. അത് ഇപ്പോ നേരത്തെ പറഞ്ഞ ബാങ്കിങ്ങിനാണെങ്കിലും ശരി, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണെങ്കിലും ശരി, ഇപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ എംപ്ലോയ്മെന്റ് ആപ്പ് അടക്കം ഇതിനോട് കണക്റ്റഡ് ആണ്. നമുക്ക് ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ബാങ്ക് ID വെച്ചിട്ടും ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് എല്ലാത്തിനോടും കണക്റ്റഡ് ആണ് ഈ ഒരു ആപ്പ്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു സാധനം. പിന്നെ ഉള്ളത് സ്വിഷ് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ പേ എല്ലാം പോലത്തെ ഒരു ആപ്പ്. പിന്നെ മെസ്സനെറ്റ് സ്റ്റുഡന്റ് ആപ്പ് ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ സ്ക്വനെ ട്രാഫിക്കൻ, സ്ക്വനയിൽ വരുന്നതാണ് സ്ക്വനെ ട്രാഫിക്കൻ. പിന്നെ ബാക്കിയുള്ള റീജിയനിലാണെങ്കിൽ അങ്ങനെ. പിന്നെ നമുക്ക് വേറെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ സ്കാറ്റർവർക്കറ്റിന്റെ ആപ്പും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻസ് ആണെങ്കിലും അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. ഡിജിറ്റൽ പോസ്റ്റ് ബോക്സും ഡിജിറ്റൽ മെയിൽ ബോക്സ്, അതിനെന്തോ പേരുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഡിജിറ്റൽ മെയിൽ ബോക്സ് ഉണ്ട്. അതിൽ നമുക്ക് ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഏതൊരു മെയിലും ലെറ്ററും നമുക്ക് നേരത്തെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇന്ന സാധനം നമുക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അതും യൂസ്ഫുൾ ആണ്. ഇപ്പൊ നിങ്ങളെ ഔട്ട് ഓഫ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന മെയിൽ അല്ലെങ്കിൽ ഇന്ന സംഭവം ലെറ്റർ ബോക്സിൽ വരാനുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. ഞങ്ങളത് വളരെ വൈകിയാണ് അറിഞ്ഞത്. വന്ന സമയത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായില്ല. സോ പുതിയതായിട്ട് വരുന്നവർ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ലെറ്റർ ഒന്നും മിസ്സാവില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സ്വീഡനിൽ വന്നതിന് ശേഷം ചെയ്യേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്. അതായത് സ്കാറ്റർവർക്കറ്റിൽ രജിസ്റ്റർ ചെയ്ത് തൊട്ട് പേഴ്സണൽ നമ്പർ കിട്ടുന്നത് വരെ.
പേഴ്സണൽ നമ്പർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗോൾഡൻ കീ ആണ്. നമുക്ക് ഏതൊരു കാര്യത്തിനും ഇതിപ്പോ പബ്ലിക് എന്താണ് ഹെൽത്ത് കെയർ, Health, ബാങ്കിങ്, അങ്ങനത്തെ എല്ലാ education. എഡ്യൂക്കേഷൻ എല്ലാത്തിലും ഈ പേഴ്സണൽ നമ്പർ എന്ന് പറയുന്ന സാധനം ലിങ്ക് ചെയ്തിട്ടാണുള്ളത്. പേഴ്സണൽ നമ്പർ അതായത് ഇത് മൊത്തത്തിലും ഇന്റർ കണക്റ്റഡ് ആണ്. പേഴ്സണൽ നമ്പർ ഉണ്ടെങ്കിലേ നമുക്ക് എന്താ Swedish ID. സ്വീഡിഷ് ഐഡി കിട്ടുള്ളൂ. സ്വീഡിഷ് ഐഡി ഉണ്ടെങ്കിലേ നമുക്ക് ബാങ്ക് Bank അക്കൗണ്ട് account. ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ഐ ഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം തന്നെ ഇവിടെ ഇന്റർ കണക്റ്റഡ് ആണ്. മൊത്തത്തില് എല്ലാം ഇവര് നമ്മളെ എന്താണ് എന്ത് ചെയ്യുന്നത് Track ചെയ്യാം. ട്രാക്കിംഗ് ആണ് മൊത്തത്തില് ഉള്ളത്. സോ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. സോ മാക്സിമം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞങ്ങളത് പ്രസന്റ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പൊ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. വേറെ എന്തെങ്കിലും എൻക്വയറി ചെയ്യേണ്ടതാണെങ്കിൽ അന്വേഷിച്ചിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും.